പരിശുദ്ധ തിരുക്കുമാരനും കൃപാസന മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജൂലിയ. എൻ്റെ വീട് പിറവം. ഇതെൻ്റെ ഹസ്ബൻഡ് സിജു. ഞാൻ കൃപാസനത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം എൻ്റെ മാതാപിതാക്കൾ വഴിയാണ്. 2022 മുതൽ എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അന്ന് ഉടമ്പടി എടുത്തപ്പോൾ വെച്ച നിയോഗങ്ങളിൽ എൻ്റെ വിവാഹമുണ്ടായിരുന്നു, കൂടാതെ കുടുംബ സമാധാനം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മാട്രിമോണി വഴി അച്ചായനെ ഞാൻ പരിചയപ്പെട്ടത്. പിന്നീട് ഞാൻ അറിഞ്ഞു ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കുടുംബവും കൃപാസനത്തിൻ്റെ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണെന്നും. അങ്ങനെ ഞങ്ങളുടെ വിവാഹം 2023 മെയ് 15 നടന്നു. ഞാൻ UK ഒരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി UK പോകാനായിട്ട് തീരുമാനിച്ചു. അതിന് മുമ്പ് അച്ചായൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അന്ന് വെച്ച ഉടമ്പടിയിൽ നിയോഗങ്ങളിൽ ഒന്നായിരുന്നു UK എത്തുമ്പോൾ നല്ലൊരു ജോലി ലഭിക്കുവാനും പിന്നെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ലഭിക്കുവാനും. അങ്ങനെ ഞങ്ങൾ UK ആദ്യമൊക്കെ കഷ്ടപ്പാട് നിറഞ്ഞ ജോലികളായിരുന്നു. പിന്നീട് ഞാൻ ലൈറ്റ് അയക്കാൻ റിക്വസ്റ്റ് പ്രയറിൽ അച്ചായൻ്റെ ജോലിക്ക് വേണ്ടിയും പിന്നീട് ഞങ്ങൾക്കൊരു വീട് സ്വന്തമാക്കാനുള്ള ഇതുമായിട്ട് ഞങ്ങൾ നിയോഗം വെച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അച്ചായന് കഷ്ടപ്പാട് കുറഞ്ഞൊരു ജോലി ഇപ്പോൾ ലഭിക്കുകയും കൂടാതെ ഞങ്ങളുടെ വിവാഹ വാർഷികത്തിൻ്റെ അന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനും സാധിച്ചു. അതിന് കൃപാസന മാതാവിന് 1000 നന്ദി. ആ കുഞ്ഞിനെ ഞങ്ങളോട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെയുള്ളത് ഞങ്ങൾക്ക് വീടിനെ പറ്റിയാണ്. UK ഒരു വീടെടുക്കാമെന്ന് പറഞ്ഞാൽ ഒത്തിരി എളുപ്പമല്ല. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും ആ തടസ്സങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ച് കൃപാസന മാതാവ് ഞങ്ങൾക്ക് ഒരു വീട് സ്വന്തമാക്കാൻ അനുഗ്രഹിച്ചു. കൂടാതെ അച്ചായൻ ഉടമ്പടി എടുത്തത് വഴി ഞങ്ങൾക്ക് കുറേ നേർച്ച വസ്തുക്കൾ കിട്ടിയിരുന്നു. ആ നേർച്ച വസ്തുക്കൾ അതിൽ ഉടമ്പടി തൈലം ഞങ്ങൾ കിട്ടിയ പുതിയ വീടിൻ്റെ എല്ലാ മുറികളിലും പുരട്ടുമായിരുന്നു. കൂടാതെ എന്നും പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളത് തേച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നുള്ളൂ. പിന്നെ ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഇവൻ പാല് കുടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ ചുണ്ടിൽ ഞങ്ങൾ ഉടമ്പടി തൈലം തേക്കുമായിരുന്നു. അതിനുശേഷം ആ പ്രശ്നം മാറി അവൻ നന്നായിട്ട് പാല് കുടിച്ചു തുടങ്ങി. പിന്നീട് അച്ചായന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനായിട്ടുള്ള പ്രശ്നമായിരുന്നു. ഒരുപാട് ശ്രമിച്ചു, കിട്ടുന്നുണ്ടായില്ല. പാസ്സാവുന്നുണ്ടായില്ല. അവസാനം ഞാൻ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് കിട്ടിയ ഇത്ര അനുഗ്രഹങ്ങൾ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്നും പിന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്നും പറഞ്ഞു. അതുവഴി അച്ചായൻ അന്ന് ലൈസൻസിന് ടെസ്റ്റിന് പോയി. ഞാൻ കാശ് രൂപം കൂടെ കൊണ്ടുപോയായിരുന്നു. കൂടാതെ ഉടമ്പടി തൈലം അച്ചായൻ്റെ കാറിൽ മൊത്തം പൂശി. അന്ന് പോയി അത് അവസാനത്തെ ആയിരുന്നു. അന്ന് ലൈസൻസ് കിട്ടുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ ചൊവ്വാഴ്ചയിലും അച്ഛൻ്റെ പ്രസംഗം കേൾക്കുകയും അത് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കി ഇടുകയും ചെയ്യുമായിരുന്നു. അച്ചായൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടുന്ന് 3 കെട്ട് പത്രങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളെക്കൊണ്ടാകുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ചില അനാഥാലയങ്ങളിൽ ഞങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഉടമ്പടി തൈലം വെച്ച് ചെറുതും വലുതുമായ ഒരുപാട് അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാം 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 46-ാം അധ്യായം.